നമസ്കാരം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി കൈകാര്യം ചെയ്ത വിഷയത്തിൽ ഉപഹർജിയുമായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്നാണ് ഉപഹർജിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. ഹൈക്കോടതി മെമ്മറി കാർഡ് വിഷയത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലറായി പുറപ്പെടുവിക്കണമെന്നാണ് കീഴ്ക്കോടതികൾക്ക് നിർദ്ദേശം നൽകാനുള്ള മാർഗനിർദ്ദേശം വേണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. സെഷൻസ് മജിസ്ട്രേറ്റ് കോടതികൾക്ക് സർക്കുലർ ബാധകമാകണമെന്നും ഉപഹർജിയിൽ ആവശ്യപ്പെടുന്നു. ദൃശ്യം ചോർത്തിയവർക്ക് ശിക്ഷയില്ലേ? വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ടി ബി മിനി അതിജീവിതയുടെ അഭിഭാഷക പ്രകാശ് ബാരെ, ചലച്ചിത്ര പ്രവർത്തകൻ പ്രൊഫസർ കുസുമം ജോസഫ്, രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി എന്നിവർ നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം പ്രൊഫസർ കുസുമം ജോസഫ്, ഇക്കാര്യത്തിൽ അതിജീവിതയായ നടിക്കൊപ്പം എന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിൽ ജുഡീഷ്യൽ രംഗത്ത് പിഴവ് പറ്റിയവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പുതിയ ഉപഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം തന്നെയാണോ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഉപഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്? ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഓരോ മജിസ്ട്രേറ്റ് കോടതിക്കൊക്കെ നിർദ്ദേശം നൽകണം എന്നുള്ളതല്ല. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കൃത്യമായും ആരാണോ ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തത് അവർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ്. അത് കോടതിയിൽ സംഭവിച്ചു എന്നുള്ളത് ഏറ്റവും മാരകമായ തെറ്റാണ്, ഏറ്റവും വലിയ ശിക്ഷ അർഹിക്കുന്നതാണ്, പൊതുജനത്തെ ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. എല്ലാ മനുഷ്യരും കോടതിയിലേക്ക് പോകുന്നത് അവസാനത്തെ ആശ്രയമാണ്. മനുഷ്യൻ്റെ ഏറ്റവും നീതിപൂർവം പ്രവർത്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ പരാതിക്കാർക്കും നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണത്. അവിടെ നിന്ന് അങ്ങേയറ്റത്തെ അനീതി സംഭവിച്ചിരിക്കുന്നു, അങ്ങേയറ്റത്തെ തെറ്റ് സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ കുറ്റം ചെയ്തിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അവർ കുറ്റം ചെയ്തിരിക്കുന്നു. ആ കുറ്റം ചെയ്ത ആളുകൾക്കെതിരെ നടപടിയാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിന് കീഴ്ക്കോടതികളിലേക്ക് നിർദ്ദേശം നൽകണം എന്നൊക്കെ പറയുന്നത് നിർദ്ദേശം നൽകിക്കോട്ടെ, നമുക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ഇവർക്കാർക്കും നിർദ്ദേശത്തിൻ്റെ കുറവ് കൊണ്ടല്ലല്ലോ ഇത് സംഭവിച്ചത്. സുപ്രീം കോടതിയുടെ വളരെ കൃത്യമായ മാർഗനിർദ്ദേശം ഉള്ളതാണ്. എങ്ങനെയാണ് വീഡിയോ തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും ഇതിൻ്റെ പരാതിക്കാരികൾക്ക് അല്ലെങ്കിൽ പരാതിക്കാർക്ക് അപകടരഹിതമായി അതെങ്ങനെ പരിശോധിക്കാം എന്ന് വളരെ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. പ്രൈവസി അത് വളരെ പ്രധാനമാണ്. ഇത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമല്ലേ? ഒരു സ്ത്രീയുടെ വളരെ സ്വകാര്യമായ അങ്ങേറ്റത്തെ അപകടകരമായ വ്യക്തിജീവിതത്തെ വളരെ ഭീകരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരാളെ ലൈംഗികമായി ആക്രമിച്ച് അതിൻ്റെ ചിത്രങ്ങൾ, അതിൻ്റെ വീഡിയോ എടുത്ത് അതാണ് ഈ പറയുന്ന തൊണ്ടി മുതൽ ഇങ്ങനെ ഓരോരുത്തർ അവരവരുടെ സൗകര്യം പോലെ കൈകാര്യം ചെയ്യുക, ഓരോരുത്തർ അവരുടെ സൗകര്യത്തിന് ഇട്ട് കാണുക. ഇത് കാണുക മാത്രമാണോ ചെയ്തിട്ടുണ്ടാവും? ഇത് എത്ര പരസ്യപ്പെട്ടിട്ടുണ്ടാവും, എത്ര ആളുകളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും? ഈ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ ഈ ഇരയുടെ, അതിജീവിതയുടെ അവസ്ഥ എന്താണ്? അത് നമ്മളെ ഓരോരുത്തരെയും ഭയപ്പെടുത്തണ്ടേ? കോടതികൾ ഇത്ര നിരുത്തരവാദപരമായി പെരുമാറിയാൽ അവർക്ക് നിയമം അറിയാഞ്ഞിട്ടാണോ? തൊണ്ടി മുതൽ ഇങ്ങനെ തോന്നിയതുപോലെ കൊണ്ടുപോകാം എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കോടതിയുടെയൊക്കെ അവസ്ഥ? അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പരാതിക്കാരിയുടെ ആവശ്യം അവർ കൃത്യമായി ഇത് എത്തണം, അവർക്ക് ഈ റിപ്പോർട്ട് അവരുടെ കയ്യിൽ കിട്ടണം, ആ റിപ്പോർട്ടിന് ആധാരമായ മൊഴികൾ അവർക്ക് വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആവശ്യപ്പെടട്ടെ, നല്ലത് തന്നെ. മജിസ്ട്രേറ്റ് കോടതി ഉൾപ്പെടെയുള്ള കീഴ്ക്കോടതികൾക്ക് ഇത്തരം വിഷയങ്ങളിൽ അതെങ്ങനെയാണ് ഈ ഇലക്ട്രോണിക് ഡിവൈസസ് കൈകാര്യം ചെയ്യേണ്ടത്, അതായത് ഇങ്ങനെയുള്ള തൊണ്ടി മുതലുകൾ എങ്ങനെ ഏറ്റവും സുരക്ഷിതമായി കൈകാര്യം ചെയ്യാമെന്നുള്ള നിർദ്ദേശം കൊടുക്കണം എന്നാണ്. നിർദ്ദേശം കൊടുക്കട്ടെ. ഈ 2023 ഡിസംബർ 7 ജസ്റ്റിസ് കെ ബാബുവിൻ്റെ വിധിയോടൊപ്പം തന്നെ, അതായത്
ഈ പരാതിക്കാരി ആവശ്യപ്പെടുന്നത് തൻ്റെ ഈ ദൃശ്യങ്ങളുള്ള തൊണ്ടി മുതൽ പലതവണ ആക്സസ് ചെയ്യപ്പെട്ടതായി FSL റിപ്പോർട്ടുണ്ട്. അത് ശരിയാണോ എന്ന് അന്വേഷിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരി കൊടുത്ത ഈ അതിജീവിത കൊടുത്ത പരാതിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും ഭയങ്കരമായ ഒരു കുറ്റമാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി അന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ജുഡീഷ്യറിയുടെ അന്തസ്സ് പാലിക്കാൻ, ജുഡീഷ്യൽ പ്രോസസ്സിൻ്റെ മാജസ്റ്റി നിലനിർത്താൻ, അതിൻ്റെ പ്യൂരിറ്റി നിലനിർത്താനൊക്കെ ജനത്തോട് പറയണം എന്നാണ്. ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ അന്വേഷിച്ചു നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഈ റിപ്പോർട്ടിൽ പറയുന്നത് 3 തവണ ഇത് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ 3ഉം ഈ വളരെ കൃത്യമായി സുരക്ഷിതമായി തീർച്ചയായും കോടതിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ പറയുന്ന അനീതി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഉന്നയിക്കപ്പെടേണ്ട, പൊതുസമൂഹത്തിൽ ഉന്നയിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിജീവിതയായ നടിക്കൊപ്പം എന്നുള്ള കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത്. വളരെ പ്രശംസനീയമായ കാര്യം തന്നെയാണ് അക്കാര്യത്തിൽ. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ അതോടൊപ്പം തന്നെ മാഡം ഞാൻ തിരിച്ചെത്താം അങ്ങയിലേക്ക്. ഇപ്പോൾ രാഹുൽ ഈശ്വർ നോക്കൂ, ഒന്ന് അതിജീവിത ഇതിനകം തന്നെ എൻക്വയറി ഓഫീസർ നടത്തിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് റദ്ദു ചെയ്തുകൊണ്ട് അക്കാര്യത്തിലൊരു പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ ഹൈക്കോടതിയിലെ ഹർജി ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതൊരു സർക്കുലറായി ഇറക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ജഡ്ജ്മെൻറ്റിൽ വളരെ വിശദമായി തന്നെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ പക്ഷേ പോലീസ് സ്റ്റേഷനുകളിലോ കോടതികളിലോ ഇനി ഫോറൻസിക് ലാബുകളിലോ തന്നെ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള വിഷയമുണ്ട്. 53 മുതൽ 57 വരെയുള്ള പേജ് രാഹുൽ ഈശ്വരം വായിച്ചിട്ടുണ്ടാവുമല്ലോ. അക്കാര്യത്തിലൊരു സർക്കുലർ ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. നോക്കൂ, ഈ കേസിലെ എൻ്റെ പ്രാധാന്യം എന്താണ് രാഹുൽ ഈശ്വർ? നേരത്തെ ഇതിൽ തെളിവായിട്ടുള്ള മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പ്രതിക്ക് ഡിഫൻസിന് നൽകാമോ എന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി വരെ പോയ ഒരു കേസുണ്ടായിരുന്നു. ജസ്റ്റിസ് ഖാൻവിൽക്കർ വളരെ വിശദമായ ഒരു ജഡ്ജ്മെൻ്റ് എഴുതി. അതാണ് രാജ്യത്താകമാനമുള്ള ഇത്തരം സെക്ഷൽ അസോൾട്ട് കേസിലെ മാർഗനിർദ്ദേശമായി മാറിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് ഇത്തരം ദൃശ്യങ്ങൾ, ഇത്തരം മെമ്മറി കാർഡുകൾ സൂക്ഷിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾക്കും ഫോറൻസിക് ലാബുകൾക്കും അതുപോലെ തന്നെ കോടതികൾക്കും മാർഗനിർദ്ദേശം മാത്രം നൽകിയാൽ പോരാ, സർക്കുലർ വേണമെന്നുള്ള ആവശ്യം എത്ര കണ്ട് പ്രസക്തമാണ് രാഹുൽ ഈശ്വർ ഈ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ ഒരു ആവശ്യം? റേഞ്ചിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് കയറിക്കോട്ടെ, അങ്ങ് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. ശ്രീ പ്രകാശ് ബാരെ, ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അതിജീവിത നൽകിയ ഹർജി അവിടെയുണ്ട്. കാര്യത്തിൽ പോലീസ് കേസ് വേണം എന്നുള്ള ആവശ്യമാണ് ആ ഹർജിയിലുള്ളത്. അതോടൊപ്പം തന്നെ ഇനിയൊരാൾക്ക് കൂടി ഇതുണ്ടാകാൻ പാടില്ല എന്നുള്ള ജാഗ്രത അനിവാര്യമല്ലേ? അതെ അതെ അതെ, ഇത് ഇത്രയും കാലം ഈ കേസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തും നടക്കും. ഇവിടെ ഇത്രയും ബന്ദോബസ്തായി വെക്കേണ്ട ഒരു കാര്യം ഇതുപോലെ കെയർലെസ് ആയി റെക്ലെസ് ആയി ഇങ്ങനെ ആക്സസ് ചെയ്യുന്ന കാര്യം ഇവിടെ നടക്കും. ഇനിയുള്ള ആൾക്കാർക്കും ഇത് വലിയ പ്രശ്നം തന്നെയാണ് എന്നുള്ള ഒരു നമുക്ക് സിസ്റ്റത്തിനോട് തന്നെ നമുക്കൊരു വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അപ്പോൾ സർക്കാർ ഇങ്ങനെയുള്ള ഒരു നടപടി എടുത്തത് വളരെയധികം പ്രശംസനീയമാണ്. മാത്രമല്ല ഇപ്പം ഈ അതിജീവിതയുടെ കൂടെയാണ് ഈ കാര്യത്തിൽ സർക്കാർ എന്നുള്ള ഒരു നിലപാട് വളരെ ശക്തമാണ്. അത് വളരെ ശ്ലാഘനീയമാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ ഇത്രയും കാലം നമ്മൾ പറയുമ്പോൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പിന്നെയും നടക്കുന്നു. എന്നിട്ട് അതിന്റെ മേലെ അതിനെ യാതൊരു തരത്തിലുള്ള ജസ്റ്റിഫിക്കേഷനും ഇല്ലാതെ അന്വേഷണം നടത്താതിരിക്കുന്നു. അന്വേഷണം നടത്തി കഴിഞ്ഞിട്ടും അതിനൊരു തുമ്പില്ലാത്ത രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുന്നു. ഇങ്ങനെ ഇത് ഒരു തരത്തിലും ഇത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ശ്രീ പ്രകാശ് ബാരെ, ഇക്കാര്യത്തിൽ താങ്കളെ പോലുള്ള ചലച്ചിത്ര പ്രവർത്തകരെന്ന് കൂട്ടണ്ട, ഒരു പൗരൻ എന്നുള്ള നിലയിൽ തന്നെ നിരന്തരമായ രീതിയിൽ ഇടപെട്ടു. അക്കാര്യത്തിൽ പ്രോസിക്യൂഷനൊക്കെ ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് കേസ് ഇത്രയധികം മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ നോക്കൂ, പച്ച വെളിച്ചത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന്
അതിജീവിത ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഉപഹർജിയിൽ പറയുന്നത് എന്താണ്? അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്നാണ്. അതായത് ഞെട്ടിക്കുന്ന നീതി നിഷേധമാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇൻക്വയറി അതോറിറ്റിയിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേത്, മൊഴിയെടുത്തില്ല അതിജീവിതയുടെ, പരാതിക്കാരിയുടെ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സഹായം തേടണം എന്നാവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സഹായം തേടിയില്ല. ഇല്ലീഗൽ ആക്സസ് ചെയ്ത ഡിവൈസ് പിടിച്ചെടുത്തില്ല. CRPC പ്രകാരം ഇല്ലീഗൽ ആക്സസ് നടത്തിയവർക്കെതിരെ കേസെടുത്തില്ല. എൻക്വയറി റിപ്പോർട്ട് നൽകിയില്ല. മൊഴിപ്പകർപ്പ് കൊടുത്തില്ല. ഇത് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിനെ എങ്ങനെയാണോ തങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കുക അതിനൊക്കെ പറ്റുന്ന രീതിയിൽ ആ റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ. പിന്നെ ഈ കേസിൻ്റെ മെയിൻ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് സെറ്റിൽ ചെയ്തോളാം എന്നുള്ള കൺക്ലൂഷനും അക്കാര്യത്തിലുണ്ട്. ഒന്നത്. രണ്ട്, ഹൈക്കോടതി വിധി എവിടെ ഉണ്ടായിട്ട് പോലും മാർഗനിർദ്ദേശങ്ങളായി മാത്രം തുടരുകയാണ്. അത് കീഴ്ക്കോടതികളിലേക്ക് കൃത്യമായ രീതിയിലുള്ള നടപടികളായി പോകുന്നില്ല എന്നുള്ളതാണ്. ഇതിനെയൊക്കെ എന്താ പറയുക? വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഞെട്ടിക്കുന്ന കാര്യം എന്താണ്, അതിജീവിത വളരെ ശക്തമായിട്ടും കൃത്യമായിട്ടും പ്രതികരിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല, സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമായിട്ടുണ്ടായിരുന്ന കെമാൽ പാഷയെ പോലുള്ള ആൾക്കാർ കാരണം ഇത് ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പം എങ്ങനെയാണ് പ്രതികരിക്കാതെ, അല്ലെങ്കിൽ ഒരു മുട്ടുശാന്തി പോലെ ഉള്ള കാര്യങ്ങൾ ഇവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ആകെ മുങ്ങിയ കുളിരില്ല എന്ന് പറയുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഇവിടുത്തെ സിസ്റ്റം നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം പുറത്തുള്ള ബാക്കി എല്ലാവർക്കും ഞെട്ടലും അൺആക്സെപ്റ്റബിൾ ആണെന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് വിളിച്ചു പറയുമ്പോഴും ഒന്നും ചെയ്യാതിരിക്കാനുള്ള ഒരു മനസ്ഥിതി അത് എങ്ങനെ വരുന്നു? അത് കാരണം അതിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ കുടുങ്ങുമെന്നുള്ള ഇതുകൊണ്ടാണോ, ആരൊക്കെയോ കുടുങ്ങുമെന്നുള്ള ഒരു പ്രശ്നം കൊണ്ടാണോ, എന്തുകൊണ്ടാണെങ്കിലും ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം അല്ല കോടതിയുടെ, ഈ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അത് നിരന്തരമായിട്ട് ഇനിയിപ്പം അത് വിളിച്ച് പറയാതെ നിവൃത്തിയില്ല. കാരണം ഇത് ഒരു വർഷത്തോളമായി ഈ സംഭവം ഇങ്ങനെ നടക്കുന്നു, എന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മേൽക്കോടതിയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുമ്പോൾ പോലും അതിനെ വളരെ പൂർണ്ണമായ രൂപത്തിൽ അതിനെ ആക്സെപ്റ്റും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. സോ ആ ഒരു അവസ്ഥയിൽ ഗവൺമെന്റിന്റെ ഈ ഒരു നിലപാടും ഈ ഒരു നീക്കവും വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രൊഫസർ കുസുമം, ഇതിനകത്ത് ദൃശ്യങ്ങൾ പുറത്തു പോയി എന്ന് വ്യക്തമായിരിക്കും. യഥാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു പോയി എന്നുള്ള വെളിപ്പെടുത്തൽ നൽകിയിട്ടുള്ളത് ബാലചന്ദ്രകുമാറാണ്. ആ ദൃശ്യങ്ങൾ അദ്ദേഹം ഇതിലെ 8ാം പ്രതി അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് കണ്ടു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് ഈ ദൃശ്യങ്ങൾ പുറത്തുപോയി എന്നുള്ളതാണ്. അത് ആ കേസുമായി ബന്ധപ്പെടുന്ന വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ അന്വേഷണം CRPC പ്രകാരമുള്ള നടപടി അനിവാര്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വല്ലാത്ത നിശബ്ദത, നമ്മൾ ഡെഫനിങ് സൈലൻസ് എന്നൊക്കെ പറയില്ലേ, അതെന്തുകൊണ്ടാണ് സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചെകിടടപ്പിക്കുന്ന നിശബ്ദത? പൊതുവെ കോടതിയെ ആളുകൾക്ക് ഭയമാണ്. കോടതി അലക്ഷ്യം വന്നാൽ എന്തോ സംഭവിച്ചു പോകും എന്നുള്ള, കോടതി ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒരു സംവിധാനമാണ് എന്നുള്ള ഒരു തോന്നൽ ആളുകൾക്കുണ്ട്. ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്ത് പ്രശ്നമാവാനാണ്, ഇനി അങ്ങനെ ആയാൽ എന്താണ്, അത് നേരിടാനുള്ള ധൈര്യം ഞങ്ങൾ കുറേ പേര് ആർജിച്ചു കഴിഞ്ഞു. നമ്മൾ പറയുന്നത് ഇത് കൃത്യമായും കോടതികളിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ശ്രീ ബാലചന്ദ്രകുമാർ നേരത്തെ അത് പറഞ്ഞത്. ഈ പ്രതിയുടെ വീട്ടിലിരുന്ന് പ്രതിയും സുഹൃത്തുക്കളും കൂടി അത് കണ്ടതായും പിന്നീട് അതിൻ്റെ ഓരോന്ന് കണ്ട് അത് എഴുതി തയ്യാറാക്കി എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ഭയങ്കരമാണത്. എന്നിട്ടും ഈ റിപ്പോർട്ടിൻ്റെ അവസാനത്തിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ വിചാരണ കോടതി ജഡ്ജി എഴുതി വെച്ചിരിക്കുന്നത് ഈ കേസിൻ്റെ വിധിയൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് സമാധാനം പോലെ ഈ വിഷയം അന്വേഷിച്ചാൽ മതി എന്നാണ്. പക്ഷേ
ഇത് അന്വേഷിക്കാൻ ഉത്തരവിട്ട ജഡ്ജി എഴുതിയിരിക്കുന്നത് ഇത് അന്വേഷിക്കുമ്പോൾ ഏതെങ്കിലും ഏത് ഏജൻസിയുടെ, പോലീസ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഏജൻസികളുടെ ആവശ്യം വന്നാൽ അത്തരം ഏജൻസികളുടെ സഹായം സ്വീകരിക്കണം. അടുത്തത്, ഇതിനകത്ത് ഒരു ക്രിമിനൽ ഒഫൻസ് ഉണ്ടെങ്കിൽ അതിന് ക്രിമിനൽ പ്രൊസീജിയർ ആരംഭിക്കണം എന്നും ആ കോടതി ഉത്തരവിലുണ്ട്. ആ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ഈ വിചാരണ കോടതി ജഡ്ജി, അതായത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ വ്യക്തി പറയുന്നത്, റിപ്പോർട്ട് ഇങ്ങനെ ഒരു സാധനം വെക്കുന്നു, അതിൻ്റെ നടപടികളെ പറ്റി പറയുന്നില്ല. എന്തിനാണ് ഈ റിപ്പോർട്ട്? ഒരു റിപ്പോർട്ട് വരുന്നത് ആ റിപ്പോർട്ടിനകത്ത് എന്താണുള്ളത് അതിൻ്റെ നടപടികൾക്കാണ്. അല്ലാതെ റിപ്പോർട്ടിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ കൂടെ എഴുതി ചേർക്കുന്നതിൻ്റെ കാര്യം എന്താണ്? എല്ലാ വിധികളും ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സൗകര്യം പോലെ ഇത് ആലോചിക്കാം, അന്വേഷിക്കാം എന്നാണോ? ഇത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് തന്നെ ഇത് ആ മജിസ്ട്രേറ്റാണ് ആദ്യം ഈ ക്രിമിനൽ ഒഫൻസ് തുടങ്ങുന്നത്. അവർ രാത്രിയിൽ അവരുടെ വീട്ടിലിരുന്ന് കണ്ടു എന്നാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു തൊണ്ടി മുതൽ അത് കേരളത്തിൽ ഇത്ര വിവാദമായ വലിയ കോളിളക്കമുണ്ടാക്കിയ ആളുകളുടെ മനസ്സിനെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു കൊട്ടേഷൻ റേപ്പ് കേസാണ്. ആ കേസിലെ തൊണ്ടി മുതൽ ഇങ്ങനെ നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്ത ഒരു മജിസ്ട്രേറ്റ് ഇപ്പോഴും മജിസ്ട്രേറ്റിൻ്റെ പണി തന്നെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത എന്താണ് ആ വികാരത്തിന് പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് കോടതിയെ ചോദ്യം ചെയ്യാനുള്ള, അല്ലെങ്കിൽ കോടതിക്കെതിരെ കോടതി തെറ്റെങ്കിൽ തെറ്റ് എന്ന് പറയാനുള്ള ഭയം ആളുകളുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ഇത്ര ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. നോക്കൂ, ചില കാര്യങ്ങളിൽ കോടതി എന്ന് പറയുന്നത് ഒരുപക്ഷെ 100% പൂർണ്ണമായും ശരിയായ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കണമെന്നില്ല. അങ്ങനെ നമുക്ക് ആ വിധിന്യായം തെറ്റാണ് എന്ന് തോന്നുകയാണ് എങ്കിൽ നമുക്ക് ആ വിധിന്യായം തെറ്റാണ് എന്ന് പറയാം. പക്ഷെ ഇവിടെ നോക്കൂ, ഇതിനകത്ത് നേരത്തെ പ്രൊഫസർ കുസുമൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വിധിന്യായം പോലെ ലളിതമായ ഒരു കാര്യമല്ല. അവിടെയാണ് ഞാൻ വരുന്നത്. അതായത് ഇതിനെ വിധിന്യായം പോലെ ലളിതമായി കാണരുത്. ഇത് കോടതി കുറ്റം ചെയ്തിരിക്കുകയാണ്. അതാണ് കോടതി കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ കോടതിയിലാണ് ഒഫൻസ് നടന്നിരിക്കുന്നത്. അല്ലാതെ ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു വിഷയത്തിൽ നമ്മൾ കോടതിയിൽ പോകുന്നു, എനിക്കോ നിങ്ങൾക്കോ അനുകൂലമായ ഒരു കോടതി ഉത്തരവ് ഉണ്ടാകുന്നു. ആ ഉത്തരവ് തെറ്റാണെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ കോടതികളിലേക്ക് പോയി സുപ്രീം കോടതി വരെ എത്താം. പക്ഷേ അതല്ല സംഭവിച്ചിരിക്കുന്നത്. എവിടെയാണോ നമ്മൾ നീതിക്ക് വേണ്ടി പോയത് ആ ഇടത്തിൽ തന്നെ ഒഫൻസ് സംഭവിച്ചിരിക്കുകയാണ്. ആ ഇടത്തിൽ ക്രൈം നടന്നിരിക്കുകയാണ്. ആ ഇടത്തിനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതാണ് ഞാൻ പ്രൊഫസർ കുസുമ നേരത്തെ ചോദിച്ചത്. നോക്കൂ, ഇതിനകത്ത് ആരൊക്കെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നത് ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിൽ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. ആ ഹൈക്കോടതിയാണ് ഇപ്പോൾ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എൻ്റെ ചോദ്യം അവിടെയാണ്. എന്നിട്ട് പോലും ഹൈക്കോടതി അംഗീകരിച്ച ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭരണഘടനാപരമായി ലോ ഓഫ് ദ ലാൻഡാണ്. എന്നിട്ട് പോലും തെറ്റ് ചെയ്തവർ ഇപ്പോൾ നേരത്തെ പ്രൊഫസർ കുസുമൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അതേ പദവിയിൽ തുടരുന്നു. തെറ്റ് ചെയ്ത ആൾ സബ് ജഡ്ജിയായി ഇപ്പോഴും കേസുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ ഒരു പൊതുസമൂഹത്തിൻ്റെ റോളിനെ കുറിച്ച് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ചെകിടടപ്പിക്കുന്ന നിശബ്ദത? ഇത്രയധികം തെറ്റുകൾ ചെയ്തുവെന്ന് ജുഡീഷ്യറി അംഗീകരിച്ചിട്ടും, അവിടെ നമ്മൾ ജുഡീഷ്യറിയെ പിന്നെ വിമർശിക്കുന്നില്ല, ജുഡീഷ്യറി അംഗീകരിച്ചിട്ടും പിന്നെ അവർക്കെതിരെ നടപടി എടുക്കാത്തത് എന്തേ എന്ന് ചോദ്യം ഉയരാത്തതെന്ത്? നമ്മൾ ആ ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതിജീവിതമാർക്കൊപ്പം ഗ്രൂപ്പ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് തന്നെയാണ്. ഞങ്ങൾ അതാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ്. ഈ 3 കോടതികളിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒഫൻസ്, ഭീകരമായ ഈ ഒഫൻസ്, ഈ ക്രൈമിനെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ്.
ഇതാരൊക്കെയാണ് ചെയ്തത്, ആ വ്യക്തികൾ അതാരായാലും എത്ര ഉന്നതരായാലും അവർ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ട ആളുകളായാലും അവരുടെ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ശിക്ഷിക്കപ്പെടണം. അതൊരു മാതൃകയാവേണ്ടതുണ്ട്. അല്ലാതെ നാളെ ഇനിയും ഇത്തരത്തിൽ ആർക്കും എന്തും കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് വരുന്നത് ഭയപ്പെടുത്തുന്നത് തന്നെ. ശരിയാണ്, വ്യക്തമാണ്. ദയവായി തുടരുക. ശ്രീ രാഹുൽ ഈശ്വർ, നോക്കൂ, നമ്മൾ നേരത്തെ സംസാരിച്ചത് മാർഗനിർദ്ദേശങ്ങൾ പോരാ, അല്ലെ, സർക്കുലർ കൂടി വേണം എന്നുള്ള ഉപഹർജിയാണ്. രാഹുൽ സാറിന്റെ ചോദ്യം കേട്ടിരുന്നു. 3 കാര്യങ്ങൾ. ഒന്ന്, ദിലീപ് വിരോധികൾക്കോ ദിലീപ് അനുകൂലികൾക്കോ ഭേദമന്യേ അല്ലെങ്കിൽ അതിജീവിതയെ അനുകൂലിക്കുന്നതോ രാഹുലേ എനിക്കറിയാം. ഞാൻ പറഞ്ഞത് അവർക്ക് അതിജീവിതയെ അനുകൂലിക്കുന്നവർക്കോ പറഞ്ഞോട്ടെ സാർ, അതിജീവിതയെ അനുകൂലിക്കുന്നവർക്കോ എതിർക്കുന്നവർക്കോ ഒന്നോ ഭേദമന്യേ യോജിക്കാൻ കഴിയുന്ന ഒരു പോയിന്റാണ്. അതായത് ഡിജിറ്റൽ എവിഡൻസ്. ഡിജിറ്റൽ മേഖല ഒരു ഇവോൾവിംഗ് മേഖലയാണ്. കഴിഞ്ഞ 10 വർഷത്തിലാണ് ഡിജിറ്റൽ എവിഡൻസിന്റെ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഡിജിറ്റൽ എവിഡൻസിന്റെ കുറെ കൂടെ അപ് കീപ്പിനോ മെയിന്റനൻസിനോ പുതിയ സർക്കുലറോ പുതിയ മാർഗനിർദ്ദേശങ്ങളോ വരുന്നെങ്കിൽ അത് വളരെ സ്വാഗതാർഹമാണ്. എനിക്ക് തോന്നുന്നില്ല ഈ സ്പെക്ട്രത്തിൽ എവിടെ നിൽക്കുന്ന ആളാണെങ്കിലും, അനുകൂലിക്കുന്നവരോ എതിർക്കുന്നവരോ ആണെങ്കിലും, ആരും അതിനെ എതിർത്ത് പറയില്ല. വളരെ പോസിറ്റീവ് ഒരു സ്റ്റെപ്പാണ്. അതിന് മുഖ്യധാരാ മാധ്യമങ്ങൾക്കും നികേഷ് സാറിനടക്കം വളരെ ശക്തമായി ഈ പോയിന്റ് ഉയർത്തിയോണ്ട് അഭിനന്ദനങ്ങൾ, ബഹുമാനം. അത് വളരെ പോസിറ്റീവായ സ്റ്റെപ്പാണ്. 2, വിയോജിപ്പിന്റെ 2 മേഖലകൾ മാത്രമാണ്. കേരള കൗമുദി പോലൊരു ഉത്തരവാദിത്തപ്പെട്ട പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 3 തവണ ആക്സസ് ചെയ്തതിൽ 1 തവണ മാത്രമാണ് ആക്സസ് ശരിയല്ലാത്തതെന്നും ഇല്ലീഗൽ എന്നുമാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ്. അത് താജുദ്ദീൻ ആക്സസ് ചെയ്തതാണ്. ബാക്കി 2 തവണയും ഏതെങ്കിലും കോടതിയുമായി ബന്ധപ്പെട്ടാണ് ആക്സസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ താജുദ്ദീൻ ജൂലൈ 19 ആക്സസ് 2021 ആക്സസ് ചെയ്തത് മാത്രമാണ് ഇല്ലീഗൽ എന്നോ അൺഓതറൈസ്ഡ് എന്നോ, നമ്മുടെ ന്യൂസ് മിനിറ്റിലെ ധന്യ ഇല്ലീഗൽ എന്നും ബാർ ആൻഡ് ബെഞ്ച് അൺഓതറൈസ്ഡ് എന്നും വിളിക്കുന്ന ആ പ്രക്രിയ യഥാർത്ഥത്തിൽ താജുദ്ദീൻ ജൂലൈ 19, 2021 മാത്രമാണ് ചെയ്തത്. ബാക്കിയുള്ള 2 തവണ, ഉദാഹരണം ശ്രീമതി ലീന റഷീദ് ജനുവരി 1, 2018 11:56, അതേപോലെ മഹേഷ് അവരുടെ അസിസ്റ്റന്റ് പിന്നീട് ജഡ്ജിയായി മാറിയ ഡിസംബർ 13, ഇത് 2ഉം ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞിട്ടില്ലെന്നും താജുദ്ദീന്റെ ആക്സസ് മാത്രമാണ് ഇല്ലീഗൽ എന്നും പറഞ്ഞിരിക്കുന്നതെന്നാണ് ആ റിപ്പോർട്ട് എന്നാണ് കേരളാവധി പോലൊരു ഉത്തരവാദിത്തപ്പെട്ട പത്രം അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശരിയായിരിക്കാം, ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. 2, വളരെ പ്രസക്തമായി കുസുമ മാഡത്തിന്റെ അടക്കമുള്ള കൺസേൺ വളരെ ജെനുവിനാണ്. പക്ഷേ മാഡം ശ്രദ്ധിക്കേണ്ട, ഓർക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത് വെളിയിൽ പോയിന്നോ ഇത് ചോർന്നു എന്നോ, എന്തിന് ഈ ഫുട്ടേജ് കണ്ടു എന്ന് പോലും ഈ റിപ്പോർട്ടിലില്ല. അതായത് നമ്മളൊരു മെമ്മറി കാർഡ് എടുത്ത് ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇട്ടാൽ, ഒരു മൊബൈലിലേക്ക് ഇട്ടാൽ നാച്ചുറലി അതിന് ഫയൽ ഉണ്ടാകും. അപ്പോൾ തന്നെ ഹാഷ് വാല്യൂ മാറും. അങ്ങനെയും ആകാം. അങ്ങനെയാണെന്നോ അങ്ങനെ അല്ലെന്നോ അല്ല പറയുന്നത്, എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇതാരെങ്കിലും കണ്ടോ ചോർന്നോ തുടങ്ങിയ കാര്യങ്ങൾ ഇതുവരെ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല. ഒരു കാര്യം കൂടി, 1 തവണ താജുദ്ദീൻ ആക്സസ് ചെയ്തത് മാത്രമാണ് ഇല്ലീഗൽ എന്ന് നികേഷ് സാറും അൺഓതറൈസ്ഡ് എന്ന് ഞാനെന്നും വിളിക്കുന്ന പ്രക്രിയ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ഡേറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2021. അപ്പോ ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കേസാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഗൈഡ് ലൈൻസ് വരുന്നെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് ഈ കേസിന്റെ ഒരു പോസിറ്റീവ് വശമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ദിലീപിനോടക്കമുള്ള അദ്ദേഹം കൊട്ടേഷൻ കൊടുത്തതാണെന്നൊക്കെയുള്ള നറേറ്റീവ് ഇതുവരെ തെളിയിക്കപ്പെടാത്തതാണ്. അത് തെറ്റാണെന്ന് വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഡിജിറ്റൽ എവിഡൻസിന്റെ അപ്കീപ്പ് നന്നായി വരുന്നെങ്കിൽ വളരെ സ്വാഗതാർഹം. ഒറ്റ കാര്യം കേൾക്കുന്നവർ ഓർക്കുക, ജൂലൈ 19, 2021 താജുദ്ദീന്റെ ആക്ഷൻ മാത്രമാണ് ശരിയല്ലാത്തതെന്നാണ് ആ റിപ്പോർട്ടിൽ പോലും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് കാർഡ് അടച്ച് നമുക്ക് കോടതികളെ അപകീർത്തിപ്പെടുത്താനാകുമോ, കോടതിയുടെ വില താത്തിക്കെട്ടാനാകുമോ, കോടതികളെ ടു മേക്ക് സ്കാൻഡലസ് റിമാർക്ക് ആകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മാഡം പറഞ്ഞതുപോലെ രാജാവ് നഗ്നനാണെന്ന് പറയുന്നത് പോലെ ജഡ്ജി നഗ്നനാണെന്ന് പറയാൻ നമ്മൾ ഒരു കാരണവശാലും മടിക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ടുള്ള നികേഷ് സാറിന്റെ ചാനലിൽ പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ വളരെ സെൻസിറ്റീവും റെസ്പെക്ട്ഫുള്ളുമായി തന്നെ നമ്മൾ കാണണം. മേക്കിംഗ് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ ആവരുത്, അല്ലെങ്കിൽ ജുഡീഷ്യറിയെ ആകെ വില കുഴയ്ക്കുന്ന ഒരു സ്മോക്ക് സ്ക്രീൻ ആവരുതെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നോക്കൂ രാഹുൽ, ഞാനിപ്പോൾ തൽക്കാലം താജുദ്ദീനിലേക്ക് നിൽക്കാം. മറ്റ് 2 കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഹണിയം വർഗീസിൻ്റെ കോടതി 12:35 1 മണിക്കുമിടയിലാണ് കോടതി കൂടുന്നതിനിടയിൽ താജുദ്ദീൻ ഈ ഫോൺ ഉപയോഗിച്ചിട്ടുള്ളത്. താജുദ്ദീൻ തൻ്റെ വിവോ ഫോണിലാണ് ഈ പറയുന്ന മെമ്മറി കാർഡ് ഉപയോഗിച്ചത്. താജുദ്ദീൻ deposed that he lost his Vivo phone by February 2022 while in a journey from Thrissur to Ernakulam എന്നാണ് വാർത്ത. ടെലിവിഷനിൽ വന്നപ്പോൾ അദ്ദേഹം ഹി ഫ്രൈറ്റൻഡ്, ചെക്ക്ഡ് ഹിസ് വിവോ ഫോൺ, ആരെങ്കിലും മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. നോ ഇമേജസ് വർ ഫൗണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഫെബ്രുവരിയിൽ ഫോൺ കളഞ്ഞുപോയി എന്ന് പറഞ്ഞ ഫോൺ ജൂലൈയിൽ റിപ്പോർട്ടർ TV വാർത്ത വന്നപ്പോൾ ദൃശ്യങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് താജുദ്ദീൻ പരിശോധിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ഇത് വിചാരണ കോടതിയിൽ നടന്നിട്ടുള്ള കാര്യമാണ് ശ്രീ രാഹുൽ ഈശ്വർ. നോക്കൂ, അങ്ങനെ ഒരു കാര്യത്തിനകത്ത് പ്രഥമ ദൃഷ്ട്യാ തന്നെ
അയാൾ പറയുന്നത് കളവാണ്, അയാൾ തെളിവ് നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്, അയാൾ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് കണ്ടിട്ട് ഇതേ താജുദ്ദീൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ റിപ്പോർട്ട്, എന്നിട്ട് പോലും ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിട്ടില്ല. പിൽക്കാലത്ത് അദ്ദേഹത്തിനെതിരെ CRPC പ്രകാരം നിയമ നടപടികളുമായി മുന്നോട്ട് പോയിട്ടില്ല. എന്തൊരു രാജ്യമാണ്, എന്തൊരു ലോകമാണിത്. സർ 12:19 മുതൽ 12:54 വരെയുള്ള സമയത്തിലാണ് ഈ പറയുന്ന വിവോ ഫോണിൽ ഇട്ടത്. നട്ടുച്ചയ്ക്കാണ്, നട്ടപ്പാതിരക്കല്ല. ഞാൻ മനസ്സിലാക്കുന്നത് PM ആണ്, AM അല്ല. അതായത് നട്ടുച്ചയ്ക്കാണ് നടന്നിരിക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് തന്നെയാണോ എന്ന് അറിയാനോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ ആക്സ് ചെയ്യുന്ന പോലും അറിയില്ല. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്പൻസി ഉണ്ട്. ഫെബ്രുവരിയിൽ നഷ്ടമായ ഫോൺ റിപ്പോർട്ട് TV-യിൽ വാർത്ത വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തെങ്കിൽ തീർച്ചയായും ഇത് കോടതിയിൽ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാം. കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു റെറ്ററിക് ആയിട്ട് നികേഷ് സാറിനോട് വളരെ ബഹുമാനവശ ഒരു തർക്കുത്തരമായിട്ട് പറയാൻ അങ്ങ് അനുമതി തരികയാണെങ്കിൽ, 6 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ദിലീപിന്റെ ഫോൺ അല്ലെങ്കിൽ 4 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ദിലീപിന്റെ ഫോണിലെ ഡേറ്റ പുതിയ ഫോൺ വരുമ്പോൾ അതിലുണ്ടാവുമെന്ന് വാദിക്കുന്ന പല ദിലീപിനെ എതിർക്കുന്നവരും താജുദ്ദീന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഫോണിലെ ഡേറ്റകൾ ഇതിലേക്ക് വരികയോ ചെക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 2 വാദഗതികളെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ദയവായി ശ്രദ്ധിക്കുക, ഇതിൽ തന്നെ ഈ പറയുന്ന റിപ്പോർട്ടുകളിൽ തന്നെ ഒരു തവണ താജുദ്ദീന്റെ ആക്സസ് ആണ് കോൺട്രവേഴ്സി, അല്ലെങ്കിൽ താജുദ്ദീന്റെ ആക്സസ് ആണ് ആസ് പെർ ദി റിപ്പോർട്ട് മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട്. അതിന് ബെറ്റർ അപ്കീപ്പ് വേണം. നേരത്തെ കുസുമ മാഡം പറഞ്ഞു ഒരു കാര്യത്തോട് എനിക്കൊന്നും എല്ലാവരും യോജിക്കും. അത് പ്രകാശ് ബാര സാറും പറയുകയുണ്ടായി. ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്. അതിപ്പോൾ നമ്മുടെ ഒരു ബന്ധുവിനാണ് സംഭവിച്ചെങ്കിൽ നമുക്ക് കോടതി ഇങ്ങനെ വാർത്തകൾ വരുമ്പോൾ തീർച്ചയായും പാനിക് ഉണ്ടാകും, പേടിക്കും. അതുകൊണ്ട് ഒരു ബെറ്റർ അപ്കീപ്പോ ബെറ്റർ സൊല്യൂഷൻ, എങ്ങനെ ഇത് പ്രൊട്ടക്ട് ചെയ്യണം, അതിനൊരു ഗൈഡ് ലൈൻ സർക്കാരും എനിക്ക് തോന്നുന്നു ഒരു ഓൾ ഇൻക്ലൂസീവ് ആയിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ആരെങ്കിലും എതിർക്കാൻ സാധ്യത വളരെ കുറവാണ്. അൺലെസ് അതിന് പിഗി ബാക്കിംഗ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലപാടുകൾ ഒളിച്ചു കടത്താൻ താല്പര്യമില്ലാത്തടത്തോളം കാര്യം ആരും എതിർക്കാൻ പോലും ചാൻസ് ഇല്ല. സോ ഇതിന്റെ പോസിറ്റീവ് വശത്തെ അംഗീകരിക്കുന്നു. 2, താജുദ്ദീൻ അങ്ങനെ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചതായിട്ട് ഇതുവരെ എനിക്കറിയില്ല. പോലീസിലോ കോടതിയിലോ ചൂണ്ടിക്കാണിക്കുകയും ഇതൊരു ഇൻകൺസിസ്റ്റൻസി ഇൻ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യാം. ഇതുവരെ ആരെങ്കിലും അങ്ങനെ കാണിച്ചോ എന്ന് എനിക്കറിയില്ല. ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. കുസുമ മാഡം അടക്കം പറയുമ്പോൾ, പ്രകാശ് ബാരേസ പറയുമ്പോൾ ഈ 3 എന്ന് പറയുന്നതിന് പകരം റിപ്പോർട്ടാണ് കോട്ട് ചെയ്യുന്നെങ്കിൽ അത് 1 അത് താജുദ്ദീന്റെ സംഭവമാണ്, അത് 2021-ലാണ്. അതിനുശേഷം ശ്രീ ദിലീപ് ഈ കാര്യങ്ങൾ കാണാനുള്ള സാധ്യതകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഡിബേറ്റബിൾ ആണ്. ശ്രീ ദിലീപിന് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു താല്പര്യം പോലും ഉണ്ടാകേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ഒരു തരത്തിലും കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോ നമ്മൾ കേസിനെ വലുതാക്കാനും കേസിനെ സജീവമായി നിലനിർത്താനുമുള്ള ഒരു സ്ട്രാറ്റജിയായി ഇത് യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ ചെയ്യുന്നോ എന്ന് ചിലരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ദയവായി തുടരുക. ശ്രീ പ്രകാശ് ബാര, ഇതിനകത്ത് ദിലീപിനെ വലിച്ചിഴച്ചു കൊണ്ടുവരികയെന്നത് രാഹുൽ ഈശ്വറാണ് എന്ന് താങ്കൾ തുടർച്ചയായി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഏതായാലും ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യം എന്താണ്? കോടതിക്കകത്തേക്കും പുറത്തേക്കും മെമ്മറി കാർഡ് അസാധാരണമാം വിധത്തിൽ സഞ്ചാരം നടത്തിയിട്ടുണ്ട്. മെമ്മറി കാർഡിന് സ്വന്തമായി പുറത്തു പോകാനും പുറത്തെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡ് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരാണ് പുറത്തു കൊണ്ടുപോയിട്ടുള്ളത്, അവരാണ് ആവശ്യം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇങ്ങനെ സെക്ഷുവലി അസോൾട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു മെമ്മറി കാർഡ് അങ്ങനെ സ്വന്തം പോക്കറ്റിലിട്ട് ബസ് കയറി വീട്ടിൽ കൊണ്ടുപോയി തനിക്ക് തോന്നുന്ന മൊബൈൽ ഫോണിലേക്ക്, തനിക്ക് തോന്നുന്ന ലാപ്ടോപ്പിലേക്ക് ഇട്ട് കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളുകളാണല്ലോ ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ. പക്ഷേ അവരത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ താജുദ്ദീൻ എന്ന വിചാരണ കോടതിയിലെ ശിരസ്തദാറിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്കമാലി മജിസ്ട്രേറ്റിൻ്റെ സ്വകാര്യ കസ്റ്റഡിയിലായിരുന്ന ഘട്ടത്തിൽ അത് മറ്റാരുടെയെങ്കിലും കയ്യിലെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനകത്ത് ചില ഫയലുകൾ ഇപ്പോൾ 2017 ഡിസംബർ 30 അനൂപിൻ്റെ ഫോണിൽ നിന്ന് ചില ഫയലുകൾ മായ്ച്ചു കളഞ്ഞതായി സൈബർ ഫോറൻസിക് റിപ്പോർട്ടുണ്ട്. ഇക്കാര്യത്തിൽ പരിശോധനയ്ക്കായി അന്വേഷണ ഏജൻസിയെ ചുമതലപ്പെടുത്താതെയാണ് വിചാരണ കോടതി ഇപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. നോക്കൂ, നമ്മളെന്താണ് ഈ കേസിൽ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി എന്തുകൊണ്ടാണ് ഈ കേസിന് ഇത്രയധികം ദൂരം സഞ്ചരിച്ചിട്ടുള്ളത്? അവർക്ക് സംഭവിക്കാവുന്ന മുഴുവൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവർക്ക് കിട്ടാവുന്ന മുഴുവൻ ശിക്ഷയും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാളെ പിടിച്ച് ജയിലിലിടുക എന്നുള്ളതാണോ അവരുടെ ലക്ഷ്യം? അവരുടെ ലക്ഷ്യം അതല്ല. അവരുടെ ലക്ഷ്യം ഇനിയൊരാൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഈ കേസിൽ ഈ സംഭവിച്ച കാര്യങ്ങളിൽ ഏതിലെങ്കിലും തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കഴിഞ്ഞിട്ടുണ്ടോ? ജുഡീഷ്യറി കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ചാനലിൽ ഇരുന്നിട്ട് 2 തവണ പ്രശ്നമില്ല, 1 തവണ മാത്രമാണ് പ്രശ്നം.
ഈ രാത്രി ആക്സസ് ചെയ്തതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ ജഡ്ജ്മെന്റ് ചെയ്യാൻ ഇത് ചെയ്യാൻ, കാരണം പൂർണ്ണമാകാത്ത ഒരു അന്വേഷണം അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട്, അതിന്റെ കണ്ടെത്തലുകൾ വീണ്ടും അവരെ ശിക്ഷിക്കാനുള്ള ഒരു നീക്കവും നടക്കാത്ത ഒരു റിപ്പോർട്ടിനെ കാണിച്ചിട്ടാണ് പിന്നെ 2 തവണ ഉള്ള ആക്സസിനെ അത് ഓക്കെയാണ്, ഇല്ലീഗൽ അല്ല എന്ന് ഇവിടെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഈ ദിലീപിന് ഒരു കാര്യമില്ലെങ്കിൽ ദിലീപ് എന്തിനാണ് ഈ പിന്നെ മെമ്മറി കാർഡിന്റെ ഇഷ്യൂല് കക്ഷി ചേരുന്നത് എന്തിനാണ്? സോ നമുക്ക് ഇവിടെ ഇരുന്നൊരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ നമുക്ക് യാതൊരു പിന്നെ കാര്യവുമില്ല. കാരണം എല്ലാവർക്കും കാണാവുന്നതാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ഇതുപോലെയുള്ള ചാനൽ ചർച്ചകൾ ഒരാൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ചില ഇല്ലീഗൽ ആക്ടിവിറ്റിയെ വെള്ളപൂശാനോ നമ്മൾ ശ്രമിക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ സർക്കാർ കാണിച്ചിരിക്കുന്നത് ഇനിയിപ്പോ ഭാവിയിലുള്ള കാര്യത്തിന് വളരെ ഉപകാരം. അതെ, അല്ല അതിനകത്ത് ഇപ്പൊ 2 ഘട്ടമായി നമ്മൾ അതിനെ കാണണം ശ്രീ പ്രകാശ് ബാരെ. ഒന്ന്, അതിജീവിത ഇക്കാര്യത്തിലൊരു പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് ഹർജി ഫയലിലാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗൈഡ് ലൈനായി വന്നിട്ടുണ്ട്, പക്ഷേ അത് സർക്കുലറായി വന്നിട്ടില്ല. ഏതായാലും ഇന്ന് ഹൈക്കോടതി അത് അംഗീകരിച്ചിരിക്കുന്നു. സർക്കുലറായി ഞങ്ങൾ ഇറക്കിക്കോളാം. അപ്പോൾ രജിസ്ട്രിയോട് റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുകയാണ്, സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുകയാണ്, ഫോറൻസിക് വിഭാഗത്തിനോട് റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുകയാണ്. ആ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ 3 റിപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈക്കോടതി അത് സർക്കുലർ ആക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കമില്ലല്ലോ. ഹൈക്കോടതി തന്നെയാണല്ലോ ഈ ഇനീഷ്യേറ്റീവിൽ വളരെ നിർണായകമായ റോൾ എടുത്തിട്ടുള്ളത് ശ്രീ പ്രകാശ് ബാരെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് ഞങ്ങൾക്ക് നടപ്പാക്കാനാകില്ല എന്നുള്ള നിലയിൽ, ഞങ്ങൾക്കിത് ബാധകമല്ല എന്നുള്ള ഒരു ഉളുപ്പിലായി ഉണ്ടല്ലോ. അതാണ് ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ്. സോ ഇപ്പൊ ഈ സർക്കുലറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഈ കേസിൽ വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടാവുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, എക്സംപ്ലറിലി അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനൊരു പിന്നെ എത്ര സർക്കുലർ ഇറക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാകുമ്പോൾ അത് വയലേറ്റ് ചെയ്തതിനൊക്കെ സോ അതൊരു വലിയ പിന്നെ കളങ്കമായിട്ട് തന്നെ. യെസ്, വ്യക്തമാണ്. ഞാൻ വരാം ശ്രീ പ്രകാശ് ബാരെ. എനിക്ക് ഒരു ചെറിയ ഇടവേള ആവശ്യം വരുന്നത് പ്രൊഫസർ കുസുമത്തിലേക്കും രാഹുൽ ഈശ്വറിലേക്കും. പ്രൊഫസർ കുസുമം ജോസഫ്, ഇപ്പോൾ രാഹുൽ ഈശ്വർ വിഷയത്തിലേക്ക് വന്നതുകൊണ്ട്, അതല്ലെങ്കിൽ ഈ ഉപഹർജിയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്ന വിഷയത്തിൽ ഈ ചർച്ച ചുരുക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ രാഹുൽ ഈശ്വർ പറയുന്നു ഒരു കോടതിയിൽ മാത്രമേ പിഴവ് പറ്റിയിട്ടുള്ളൂ എന്ന് ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു എന്ന്. താജുദ്ദീൻ എന്ന് പറയുന്ന ചിരസ്ഥതാർക്ക് പറ്റിയിട്ടുള്ളത് പിഴവാണ് എന്നുള്ളത് ഒരു സമ്മതമായി വരുന്നിരിക്കുന്നു. അതും വിചാരണ കോടതിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. ആ വിചാരണ കോടതി ജഡ്ജി തന്നെയാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ രണ്ടാമത്തെ കാര്യവും മൂന്നാമത്തെ കാര്യവും ഒക്കെ തന്നെയും, അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യവും രണ്ടാമത്തെ കാര്യവും ഒക്കെ തന്നെയും ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് നീതീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം മജിസ്ട്രേറ്റ് കോടതിയിൽ അവിടുത്തെ മജിസ്ട്രേറ്റിനുണ്ടായിട്ടുള്ള പിഴവിലാണ്. അതിനകത്ത് തന്നെയാണ് ഈ അവിടെ നിന്നാണോ ദൃശ്യങ്ങൾ ചോർന്നത് എന്നുള്ള സംശയം ഉണ്ടാകുന്നത്. മാർച്ച് 15 ദിലീപിൻ്റെ സാന്നിധ്യത്തിൽ 2 അഭിഭാഷകർ ചേംബറിൽ വെച്ച് അങ്കമാലി മജിസ്ട്രേറ്റിൻ്റെ ലാപ്ടോപ്പിൽ പീഡന വിവരങ്ങൾ കുറിച്ചെടുക്കുന്നു. അന്നത്തെ APP പ്രസൂൺ പറയുന്നത് പിന്നീട് അനൂപിൻ്റെ ഫോണിൽ കണ്ട ദൃശ്യവിവരണം അന്ന് അങ്കമാലി കോടതിയിൽ വെച്ച് കണ്ടു കുറിച്ചെടുത്തതാകാൻ ഒരു സാധ്യതയില്ല. അത്രയും വിശദമായ ആ ദൃശ്യങ്ങൾ അവിടെ ആ മജിസ്ട്രേറ്റിൻ്റെ ക്യാബിനിൽ വെച്ച് കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ദൃശ്യവിവരണം ദിലീപിൻ്റെ അനുജൻ്റെ ഫോണിൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതൊന്ന്. രണ്ടാമത്തേതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാത്രി 9:58 മൈക്രോമാക്സ് ഫോണിലിട്ടു. പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. എക്സ്പേർട്ടിന് മാത്രമേ ഇക്കാര്യങ്ങൾ പരിശോധിക്കാനുള്ള, വെരിഫൈ ചെയ്യാനുള്ള അധികാരമുള്ളൂ എന്ന് കണ്ടിട്ട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് അങ്ങനെ പറഞ്ഞു എന്നൊരാൾ മൊഴി നൽകുമ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജിനോട് അക്കാര്യത്തിലൊരു മൊഴി തേടാൻ പോലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തയ്യാറായിട്ടില്ല. അപൂർണ്ണമാണ് റിപ്പോർട്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അതിജീവിത ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് തന്നെ ക്യാൻസൽ ചെയ്ത് പോലീസ് അന്വേഷണം വേണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ്. നാളെ ഇത് ആർക്കും പറ്റാം. താങ്കൾക്ക് പറ്റാം, എൻ്റെ സഹോദരിക്ക് പറ്റാം, എൻ്റെ കുട്ടിക്ക് പറ്റാം, ആർക്കും പറ്റാം. തീർച്ചയായിട്ടും ആ വേവലാതി തന്നെയാണ് നമ്മൾ നിരന്തരമായി ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ
രാഹുൽ ഈശ്വർ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്ന തന്നെയില്ല. അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ വിഷയമല്ലാത്ത വിഷയം ഇങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇവിടെ ഈ പ്രതിയായ നടൻ നമ്മളുടെ സംസാരത്തിലില്ല, പക്ഷേ അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചു വരുത്തുകയാണ് ഈ ചർച്ചയിലേക്ക്. എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് എന്ന്. നമുക്ക് ഇപ്പോൾ വിഷയമായിട്ടുള്ളത് ഈ അതിജീവിത നൽകിയ പരാതിയിൽ ഉപഹർജിയായി കേരള സർക്കാർ നൽകിയ ഹർജിയിൽ ഉള്ള നടപടികളെ പറ്റിയാണ്. അതിനെപ്പറ്റിയുള്ള വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എങ്കിലും ഇപ്പം അത് വന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ആദ്യത്തെ 2 തവണയും ഉള്ളത് ഇല്ലീഗലാണ് എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടിനെ അതിജീവിത തള്ളിക്കളയണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ആ റിപ്പോർട്ടിൽ അത് വന്നിട്ടില്ലെങ്കിൽ ഇത് പറയുന്നുണ്ട് കൃത്യമായി. ഈ 2023 ഡിസംബർ 7-ാം തീയതിയിലെ ഹൈക്കോടതി ജഡ്ജ് കെ ബാബുവിൻ്റെ ഉത്തരവിൽ കൃത്യമായി പറയുന്നു ഇന്ന സമയങ്ങളിൽ ആക്സസ് ചെയ്തതായി FSLൽ നിന്ന് റിപ്പോർട്ടുണ്ട്. അത് രാത്രിയിലാണോ ഇവിടെ കോടതി നടക്കുന്നത്? രാത്രിയിൽ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ചത്, അല്ലെങ്കിൽ അവർ കണ്ടത്, അവരത് കാണുകയോ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അത് അതിൽ നിന്ന് ഇത് കോപ്പി ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമാണ് എന്നാണോ ഈ അന്വേഷണ നടത്തിയ ജഡ്ജ് പറയാൻ പോകുന്നത്? അല്ലെങ്കിൽ അവരത് അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടിനെ അടിമുടി തള്ളിക്കളയേണ്ടതാണ്. അവർ ഈ അങ്കമാലി മജിസ്ട്രേറ്റിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ നമുക്കെല്ലാവർക്കുമുള്ള ആരോപണം അവിടെ വെച്ച് തന്നെയാണ് ഈ പ്രതിയായ നടനും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും ഈ സംഗതി കിട്ടിയിട്ടുണ്ടാവുക എന്നാണ്. അപ്പോൾ ആ ആരോപണം നിലനിൽക്കെ അവർ കണ്ടത്, ഈ രാത്രിയിൽ അവരിത് കണ്ടു എന്നുള്ളത് ഒരു തെറ്റല്ല, അല്ലെങ്കിൽ അത് റിപ്പോർട്ടിൽ അത് ഇല്ലീഗലാണെന്ന് പറയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ റിപ്പോർട്ടിൻ്റെ ഒരു റെലവൻസ് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ എനിക്ക് ഈ വിഷയത്തിലുള്ള ഒരു ആശങ്ക, ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിരിക്കുന്നു ഈ അന്വേഷണം നടത്തുന്ന ആൾ ഇതിനകത്ത് ഇല്ലീഗലായി എന്തെങ്കിലും കണ്ടാൽ അതിനകത്ത് ക്രിമിനൽ പ്രൊസീജിയർ ആരംഭിക്കണം എന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഇനിയുള്ള കാര്യങ്ങളിലേക്കാണ് അദ്ദേഹം ഗൈഡ് ലൈൻസ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ആശങ്ക പറയുകയാണ്, അങ്ങനെ ആവാതിരിക്കട്ടെ. സർക്കാർ ആവശ്യപ്പെടേണ്ടിയിരുന്നത്, സർക്കാർ ഈ ചെയ്യുന്നത് വളരെ നല്ല കാര്യം, അതിജീവിതയ്ക്കൊപ്പമാണ് അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറയാം ഈ ഒരു വിഷയത്തിൽ. പക്ഷേ എൻ്റെ ആശങ്ക, അങ്ങനെ ആയിരുന്നെങ്കിൽ സർക്കാർ പറയേണ്ടത് ഇവർക്കെതിരെ നടപടി ആരംഭിക്കൂ എന്നല്ലേ എന്നാണ് എൻ്റെ സംശയം. എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന്. ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൃത്യമായി ഇല്ലീഗലായി നിയമവിരുദ്ധമായി വളരെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടിരിക്കുന്നു, അത് ആക്സസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് ആക്സസ് ചെയ്യപ്പെട്ടത് കോടതികളുടെ കസ്റ്റഡിയിൽ, ചെസ്റ്റിൽ എന്നൊക്കെയാണ്, ചെസ്റ്റിലിരിക്കുമ്പോഴാണ് എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അവർക്കെതിരെയുള്ള നടപടികൾ ആരംഭിക്കൂ എന്ന് സർക്കാർ ആവശ്യപ്പെടാതിരിക്കുക. ഇവിടെ മാഡം അക്കാര്യത്തിൽ നോക്കൂ, ഇപ്പോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിട്ടുള്ള ജില്ലാ സെഷൻസ് ജഡ്ജ് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് അതൊരു കോടതി ഉത്തരവാണ്, അല്ലെങ്കിൽ കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടാണ്. കോടതി ഉത്തരവല്ല, കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടാണ്. അവർ പറയുന്നത് SC 118/2018 ട്രയലിന് ശേഷം ദ മാറ്റർ ഡിസൈഡഡ് ആഫ്റ്റർ കൾമിനേഷൻ ഓഫ് ട്രയൽ 118 എന്നാണ് അവർ പറഞ്ഞിരിക്കുകയാണ്. അതിനെതിരെയാണ് അതിജീവിത ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഈ മെയിൻ കേസ് കഴിഞ്ഞതിന് ശേഷം. എന്തിനാണ് അങ്ങനെ വെച്ചാൽ അതൊരു കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള അവകാശം കേരള ഹൈക്കോടതിക്കാണ്. അതുകൊണ്ടാണ് അതിജീവിത കേരള ഹൈക്കോടതിയോട് പോയി പറഞ്ഞിരിക്കുന്നത് ആ റിപ്പോർട്ട് തന്നെ റദ്ദ് ചെയ്യണം. കാരണം എൻ്റെ മൊഴി എടുത്തിട്ടില്ല, ഒട്ടേറെ അപാകതകൾ ആ പറയുന്ന റിപ്പോർട്ടിലുണ്ട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ സഹകരിപ്പിച്ചിട്ടില്ല, ഏത്
ഒരാൾക്ക് സാധാരണഗതിയിൽ അന്വേഷിക്കാൻ കഴിയാത്ത ഒട്ടേറെ വിഷയങ്ങൾ അതിനകത്തുണ്ട്. അതൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു ഹർജിക്ക് മേൽ സർക്കാരിന് എന്ത് നടപടി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ശരിയാണ്, അത്തരത്തിലുള്ള ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ അവിടെയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ രാഹുൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന 3 കേസുകളിൽ സംഭവിച്ചിട്ടുള്ള പിഴവുകൾ തന്നെയാണ്. ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. എനിക്കൊരു 30 സെക്കൻഡ് സാറ് തരണം. നികേഷ് സാറിന് എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് അറിയാലോ. ഒരു ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റിന് വേണ്ടിയാണ്. അതായത് നമ്മുടെ നാട്ടിലെ പ്രധാന മാധ്യമപ്രവർത്തനായ നികേഷ് കുമാർ സാറും നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും തമ്മിലൊരു സാമ്യമുണ്ട്. കൂടുതൽ കുട്ടികളുള്ളവർക്ക് അവർ സാധനങ്ങൾ എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞ് ഇത് ശരിയാണോ എന്ന് പ്രധാനമന്ത്രിയോട് ചോദിച്ചപ്പോൾ ഞാൻ മുസ്ലിം എന്നൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് നമ്മുടെ മുസ്ലിം സൗകര്യങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നത് എന്ന് പ്രധാനമന്ത്രി അത്ഭുതപ്പെടുന്നത് പോലെ നികേഷ് സാർ മുള്ളും വിനയും വെച്ച് ഫുൾ ദിലീപിനെ ടാർഗറ്റ് ചെയ്ത് ചർച്ച നടത്തുകയും അതിനുശേഷം ഞാൻ ശ്രീ ദിലീപിനെ വലിച്ചുകൊണ്ട് വന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിന്റെ ഫസ്റ്റ് വാചകത്തിൽ തന്നെ ദിലീപ് ആയിരുന്നു. രാഹുൽ ആയിക്കോട്ടെ സാർ, കാരണം ഈ ചർച്ച ദിലീപിനെ കുറിച്ചാണ് സാർ. ഈ ചർച്ച സാറ് പറഞ്ഞില്ലെങ്കിലും കുസുമ മാഡം പറഞ്ഞില്ലെങ്കിലും ഇതിന്റെ മുള്ളും മുനയും ദിലീപിനെ കുറിച്ച്. അന്യ ഒരു കാര്യം കൂടെ സാറിനെ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ചർച്ച അല്ലെങ്കിൽ ഈ ചർച്ചയല്ല, സമൂഹത്തിൽ ഈ നറേറ്റീവ് ചെയ്യുന്നവരുടെ ഉദ്ദേശവും എന്താണ്? അതായത് അവർക്കറിയാം ഈ കേസിന് മെറിറ്റ് ഇല്ല, കേസ് താഴെ വീഴും, നാളെ വലിയൊരു പബ്ലിക് ബാക്ക്ലാഷ് ഉണ്ടാകുമെന്ന്. കാര്യം നാളെ കോടതിയിൽ ഈ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുമ്പോൾ, ബൈജു പോലോസിന്റെ അടക്കമുള്ള സാധനങ്ങൾ തകർന്നു വീഴുമ്പോൾ ഒരു ബാക്ക്ലാഷ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ കോടതിയെ താത്തിക്കെട്ടി കോടതി മോശമാണെന്ന് കാണിച്ച് കണ്ടോ കോടതിയുടെ തെറ്റാണ് വരുത്തി തീർത്താൻ മുൻകൂർ ജാമ്യം എടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു മുഴം മുന്നേ കൂട്ടി കല്ലെറിയുന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പോട്ടെ, അത് എന്റെ വാദമായിട്ട് അങ്ങ് എടുത്താൽ മതി. അത് അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ കഴിയുന്നല്ലോ രാഹുലിന്. അതാണ് സത്യം എന്ന് എനിക്കറിയാം. കാര്യം എന്താ സാർ, അതും കൂടെ അറിഞ്ഞിരിക്കണം. രാഹുൽ ഈശ്വർ എനിക്ക് ഒരു ഗുണമേ ഒരു കാര്യത്തിലുള്ളൂ. ഞാനൊരു ഗാന്ധിയനാണ്, ഞാൻ കള്ളം പറയില്ല. പറയുന്ന കാര്യങ്ങൾ വളച്ചു കെട്ടാതെ മുഖത്ത് നോക്കി അതേപോലെ പറയൂ എന്നുള്ളതാണ് എന്റെ ഏക മെച്ചം. ഇനി 2 കാര്യങ്ങൾ കൂടെ മാഡം നേരത്തെ പറയുണ്ടായി. കുസുമ മാഡം പറയുന്നതാണില്ലേ ആർഗ്യുമെന്റിന്റെ പ്രശ്നം. ആക്സസ് കാണൽ ബാക്കിയുള്ളവരെ വിളിച്ചു കാണിക്കലായി, ആ വിളിച്ചു കാണിക്കൽ ലീക്കായി. എങ്ങനെയാ കൊണ്ടുപോകുന്നത്? എനിക്ക് തോന്നുന്നു തൊണ്ടിമുതലും ദൃക്സാക്ഷിയിലും അലൻസിയർ ആണ് ആ സീൻ ചെയ്തിരിക്കുന്നത്. അലൻസിയർ ഈ പെൺകുട്ടിയോട് കാര്യമായി പലതും ചോദിച്ച് അതെ അവൻ പിടിച്ചു മാറ്റി നാക്കാം അല്ലേ. അപ്പം കുട്ടി പറഞ്ഞു കണ്ടില്ല. അല്ല, പിടിച്ചു മാറ്റി എന്ന് എഴുതിയാലല്ലേ കേസിനൊരു ഗുമ്മുള്ളൂ. അതായത് യഥാർത്ഥത്തിൽ 3 തവണ ആക്സസ് ചെയ്തപ്പോൾ 2 തവണ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷനെ നമുക്ക് അംഗീകരിക്കാം, ഇല്ലാതിരിക്കാം. താജുദ്ദീന്റെ കാര്യത്തിലാണ് ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് ശരിയല്ല എന്നുള്ളത്. അതിന് പകരം കോടതികളെ മുഴുവൻ സംശയത്തിന്റെ മുൾമുലയും നിർത്തും മറ്റും ചെയ്യുന്നതിന്റെ ഉദ്ദേശം കോടതിയിൽ രാഹുൽ നോക്കൂ, അക്കാര്യത്തില് ഗാന്ധിയനായിട്ടുള്ള രാഹുൽ ഈശ്വറിനോട് എനിക്ക് അധികം തർക്കിക്കാനില്ല. നോക്കൂ, ഇത് പരിശോധിക്കാനാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പരിശോധിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സഹായം തേടാം, ഫോറൻസിക് ലാബുകളുടെ സഹായം തേടാം. പക്ഷേ തേടേണ്ട വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇവര് ഇപ്പോൾ 9:58 ഒരു കോടതി ഉദ്യോഗസ്ഥൻ പറയുന്നു, എന്നോട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി പറഞ്ഞു ഇത് പരിശോധിക്കണമെന്ന്. ഞാൻ അതിന് എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ട് ബസ്സിൽ കയറി വീട്ടിൽ കൊണ്ടുപോയി അതെൻ്റെ മൊബൈൽ ഫോണിലിട്ട് പരിശോധിച്ചു എന്ന് പറയുമ്പോൾ ആ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിനോട് ചോദിക്കണ്ടേ, നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നോ, ഈ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന്? അതൊന്നും പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം ഈ പറയുന്ന മറ്റൊരു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള വിചാരണ കോടതി ജഡ്ജി, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തയ്യാറായിട്ടുള്ള എന്നുള്ളതാണ്. പിന്നെ അവർ പിഴവ് പറ്റിയോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമ്മളെന്തിനാണ് ഒരു സാർ 10:58 കാര്യമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ശ്രീ മഹേഷിന്റെ കാര്യമാണ് പറയുന്നത് മനസ്സിലാക്കുന്നത്. 10:58:17 അതായത് 10:58 കഴിഞ്ഞ് 17 സെക്കൻഡ് കഴിഞ്ഞ് മഹേഷ് ഇത് ആക്സസ് ചെയ്തു എന്നും ജനുവരി 9-ന് 9:58 കഴിഞ്ഞ് 41 സെക്കൻഡിൽ ഇത് ആക്സസ് ചെയ്തു എന്ന് പറയുന്നു. ഇത് രണ്ടുമല്ല, തർക്കം വരുന്നത് ഈ അവസാനത്തെ കാര്യത്തിലാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഒറ്റ കാര്യം മാത്രമേ എന്റെ സബ്മിഷൻ ആയിട്ടുള്ളൂ, എന്റെ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കണം. കുസുമ മാഡം അത് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ആക്സസ് ചെയ്തു എന്ന് പറഞ്ഞാൽ കണ്ടു എന്നോ ബാക്കിയുള്ളവരെ കാണിച്ചു എന്നോ റെക്കോർഡ് ചെയ്തോ ലീക്ക് ചെയ്തോ ഇങ്ങനെ യാതൊരു അർത്ഥവ്യാപ്തികളും ഇല്ല. ഞാൻ ഇല്ലീഗലായി ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ ഞാനത് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല, അത് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വേറൊരു സെഷൻസ് ജഡ്ജി അത് തൻ്റെ കോടതി ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അയാളത് ഇല്ലീഗലായി അത് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിജീവിത ഹൈക്കോടതി പോയിരിക്കുന്നത്. അവർ പറയുന്നത് ഇക്കാര്യത്തിൽ ഈ പറയുന്ന പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ വിചാരണ കോടതി ജഡ്ജിയുടെ അന്വേഷണം അല്ല വേണ്ടത്, പോലീസ് അന്വേഷണമാണ് വേണ്ടത്. കോടതിയുടെ നിരീക്ഷണം അത് പോലീസ് വേണമെന്ന് പറയുന്നതിന് 2 രീതിയിൽ, അത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോർട്ട്. രാഹുൽ എന്താ തടസ്സം?
രാഹുൽ എന്താണ് ഇതിൽ തടസ്സം? ഒന്നും കൂടെ പറയാം. അല്ല, എനിക്കെന്നല്ല, എന്തുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോർട്ട്? ഹൈക്കോടതി പറയുകയാണ് ഇത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ് എന്നും അല്ല പറഞ്ഞത്. അന്വേഷണ ഏജൻസികളുടെ സഹായം തേടാം. രണ്ട്, അതിജീവിത എനിക്ക് വലിയ ഇഷ്ടവും ആദരവുമാണ്. അതിജീവിതയുടെ മൊഴി എടുത്തില്ലെന്ന് പറയുന്നു. ഈ കാര്യത്തിൽ നേരത്തെ നികേഷ് സാർ പറഞ്ഞ ശ്രീ ദിലീപിന് ഒരു കാര്യമില്ലെന്നാണല്ലോ. അതേപോലെ അതിജീവിതയ്ക്ക് ഇത്രയും ടെക്നിക്കലായ കോടതിയുടെ ഡിജിറ്റൽ എവിഡൻസ് കീപ്പ് ചെയ്യുന്നതിൽ അതിജീവിതയുടെ മൊഴി എന്തിനെടുക്കണം? അവരല്ലേ പരാതിക്കാരി? ചോദിക്കില്ല. ഞാനൊരു പരാതി കൊടുക്കുകയാണ്. ഞാൻ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അക്കാര്യത്തിലുള്ള അന്വേഷണം നടക്കുകയാണ്. എന്റെ പരാതി എന്താണ് എന്നത് സംബന്ധിച്ച മൊഴി എടുക്കില്ലേ? പരാതിയല്ലേ എഴുതി കൊടുത്തിരിക്കുന്നത് സാർ. എന്റെ പരാതി എന്താണ് കാര്യങ്ങൾ അറിയണം. എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സാറിന്റെ വാദഗതി അംഗീകരിച്ചുകൊണ്ട് എടുക്കാം. അതിജീവിത കൊടുത്തത് അവരുടെ പ്രൈവസിയെ കുറിച്ചാണ്. കോടതിയിൽ മൂന്നിടത്ത് നടന്നിരിക്കുന്ന ആക്സസിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ അന്വേഷണം വന്നത്. ആ മൂന്നിടത്തും അതിജീവിതയുടെ പ്രസൻസ് ഇല്ല. അതിജീവിതയുടെ കൺസേൺ കേൾക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിലും എത്തിക്കൽ ഗ്രൗണ്ടിലും ഓക്കെയാണ്. പക്ഷെ ലീഗൽ ഗ്രൗണ്ടിൽ അതിജീവിത ഇതിൽ എങ്ങനെയാണ് പാർട്ടി ആകുന്നത്? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിജീവിതയ്ക്ക് കംപ്ലൈന്റിന്റെ ലോക്കൽ സ്റ്റാറ്റസ് ഉണ്ട്. രണ്ട്, ശ്രീ ദിലീപിനെ വലിച്ചഴിച്ചുകൊണ്ട് വരണമെന്ന് സാറ് പറയുന്നുണ്ട്. അത് സാറിന്റെ വളഞ്ഞ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പോകുന്നതാണ്. പക്ഷെ ഞാൻ അതേപോലെ അല്ല പറയുന്നത്. അതിജീവിതയെ എടുക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഒരൊറ്റ സംഭവത്തിൽ, താജുദ്ദീന്റെ സംഭവത്തെ ബ്ലോയിങ് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ആണ്, മേക്കിംഗ് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോളിഹിൽ ആണ്. അതിനെ ഈ കേസിനെ സ്മിയർ ചെയ്യാനും സ്മോക്ക് സ്ക്രീൻ ഉണ്ടാക്കാനുമാണ് ഉപയോഗിക്കുന്നതെന്ന് ആരെങ്കിലും ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ശരി, ശ്രീ പ്രകാശ് ബാരെ, ഈ ആക്സസ് ചെയ്തിട്ടുണ്ട് എന്ന സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ സംശയത്തിൻ്റെ മേലിൽ ഫോറൻസിക് ടെസ്റ്റിന് ജഡ്ജ് ഫോർവേഡ് നോട്ട് കൊടുത്തിട്ടും അത് അയക്കാതിരുന്നു എന്നത് നമ്മൾ ആദ്യഘട്ടത്തിൽ പരിശോധിച്ചിട്ടുള്ള കാര്യമാണ്. നോക്കൂ, ആദ്യം തന്നെ ഫോറൻസിക് ലാബ് പറയുന്നു ഇത് ഇല്ലീഗലായി ആക്സസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതിന്മേൽ അടയിരുന്നു. ഈ പറയുന്ന ഫോർവേഡ് നോട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും അത് ഫോറൻസിക് ലാബിലേക്ക് അയക്കാതെ അടയിരുന്നു. പിന്നെ ഇപ്പോൾ അതിജീവിത ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി വായിക്കേണ്ടതില്ല. അൺഫെയർ ആണ്, ഷോക്കിംഗ് ആണ് എന്ന് പറയുന്നു. എൻക്വയറി അതോറിറ്റിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് പറയുന്നു. എൻ്റെ മൊഴിയെടുത്തില്ല എന്ന് പറയുന്നു. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ സഹായം തേടിയില്ല എന്ന് പറയുന്നു. ഇല്ലീഗൽ ആക്സസ് ചെയ്ത് ഡിവൈസ് പിടിച്ചെടുത്തില്ല എന്ന് പറയുന്നു. CRPC പ്രകാരം ഇല്ലീഗൽ ആക്സസ് നടത്തിയവർക്കെതിരെ കേസെടുത്തില്ല എന്ന് പറയുന്നു. എൻക്വയറി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും എൻക്വയറി റിപ്പോർട്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ വീണ്ടും ആ പെൺകുട്ടി പോകുന്നു. എന്നിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻക്വയറി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. പിന്നീട് മൊഴിപ്പകർപ്പ് തനിക്ക് തരുന്നില്ല എന്ന് പറയുന്നു. അതിൻ്റെ മേലെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നു. അതിൻ്റെ മേലെ ഹൈക്കോടതിയുടെ വിധി വരുന്നു. എന്നിട്ടാണ് മൊഴിപ്പകർപ്പ് സ്വന്തമാക്കുന്നത്. ശ്രീ പ്രകാശ് ബാരെ, എന്നിട്ടും രാഹുൽ ഈശ്വർ പറയുന്നത് ഇത് ഈ കേസ് പൊളിഞ്ഞു വീഴാൻ പോവുകയാണ് എന്നുള്ളതാണ്. പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്. രാഹുലിനെ ശരിക്കും അഭിനന്ദിക്കണം. ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലായിട്ട് ഈ പിന്നെ ഇല്ലീഗൽ ആക്സസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, അവർക്ക് ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ വളരെ ജനറിക്കായിട്ട് ആർഗ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഈ സർക്കുലറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷെ ഈ ഒരു കേസിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ഈ കോടതി ചെയ്യുന്നത് പോലെ തന്നെ ആരെയോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ ഇത് ഇപ്പൊ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ പോരെ, പശു ചത്ത് മോരിലെ പുളിയും മാറി പിന്നെയാണോ നമ്മൾ ഇതിന് പിന്നെ എന്താണ് ഈ അന്വേഷണത്തിന് കുറ്റക്കാരെ ശിക്ഷിക്കാൻ വേണ്ടി പോകുന്നത്? ഇപ്പോൾ ഇത്രയും വൈകി, ഒരു വർഷത്തോളം വൈകി ഈ കാര്യങ്ങൾ നടന്നിട്ട് ആദ്യമായി ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇനിയെങ്കിലും ഇത്രയും ഇല്ലീഗൽ ആക്സസ് നടന്നിട്ടുണ്ട്. കോടതിയുടെ ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സംഭവം ആക്സസ് ചെയ്യണമെങ്കിൽ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ പിന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് വയലേറ്റ് ചെയ്തത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. പിന്നെ ഒന്ന് മാത്രമേ ഇല്ലീഗൽ ഉള്ളൂ, ബാക്കിയെല്ലാം വളരെ ലീഗലാണ്. വീട്ടിൽ കൊണ്ടുപോയത് ലീഗലാണ്, രാത്രി നോക്കിയത് ലീഗലാണെന്നൊക്കെ വിളിച്ചു പറയണമെങ്കിൽ അത് ഇത്രയും ഒരു ചുമരിനോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇതുപോലെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള വാദഗതികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കേസ് കഴിഞ്ഞിട്ട് ഈ തൊണ്ടി മുതലിന് എന്താ സംഭവിച്ചതെന്ന് പിന്നെ നമുക്ക് നോക്കാം എന്ന് പറയുന്നതിന്റെ എന്ത് സാങ്കത്യമാണ് ഇതിനകത്തുള്ളത്? എന്ത് ന്യായീകരണമാണുള്ളത്? അത് എങ്ങനെ, ആർക്കാണ് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക? നോക്കൂ, അവിടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശ്രീ പ്രകാശ് ബാരെ. അതായത് ഈ 118 എന്ന് പറയുന്ന നടിയെ ആക്രമിച്ച കേസിലെ മൊഴി ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കുക, എന്നിട്ട് ആ അന്വേഷണ റിപ്പോർട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലേക്ക് അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ എത്തിക്കുക.
എന്നിട്ട് ഈ 118 കേസ് കഴിഞ്ഞതിന് ശേഷം അക്കാര്യത്തിൽ ഞാൻ നടപടിയെടുക്കാം എന്ന് ഈ പറയുന്ന ഹൈക്കോടതി ജഡ്ജിക്ക് നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുക ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്താണ് ഇൻറ്റൻഷൻ എന്നുള്ളത് സംശയിച്ചു പോകുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഈ സീരീസ് ഓഫ് റിയാക്ഷൻസ്, ഇനാക്ഷൻ അല്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോടെയുള്ള ആക്ഷൻസ്, ഇത് ആൾക്കാരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ കേസിന് എന്ത് സംഭവിക്കും ഇങ്ങനെയാണെങ്കിൽ എന്നുള്ള ആ സംശയം, ആ ഒരു ആൻസൈറ്റിയാണ് നമ്മളെയൊക്കെ ഇപ്പൊ നയിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിലൊരു കൂട്ടായ്മ വന്നിട്ടുണ്ട്. ആ കൂട്ടായ്മയുടെ പ്രതിനിധിയായിട്ടാണ് പ്രൊഫസർ കുസുമം ജോസഫ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരു ചെറിയ ഇടവേള. പ്രൊഫസർ കുസുമം ജോസഫ്, ഇത് അതിജീവിതയുടെ നീതിയുടെ മാത്രം വിഷയമല്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കോടതി തന്നെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കോടതിയുടെ പ്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊരു പൊതു അവബോധമുണ്ടായാൽ മാത്രമാണ് അക്കാര്യത്തിൽ ആളുകൾക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാവുക, ഒരു സമ്മർദ്ദം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുക. അതുപോലെ തന്നെ കോടതിയെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദങ്ങളില്ല. കോടതിയുടെ മുന്നിൽ വരുന്ന പരിഗണനാ വിഷയങ്ങൾ അത് അതിജീവിതയും ഇപ്പോൾ സംസ്ഥാന സർക്കാരും അവരുടെ മുന്നിലേക്ക് ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു പൊതു അവബോധം സൃഷ്ടിക്കാൻ നമുക്ക് എത്ര കണ്ട് സാധിച്ചിട്ടുണ്ട് പ്രൊഫസർ കുസുമ? അതിനകത്ത് എന്താണ് ഇനി ചെയ്യാൻ സാധിക്കുക? അല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പം നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ചാനൽ കാണിക്കുന്ന ഒരു ജാഗ്രത മറ്റുള്ളവരതിൽ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് വന്നു, അത് നാളേക്ക് ഗുണമുണ്ടാകും എന്നുള്ളത് ശരിയാണെങ്കിലും ഈ വിഷയത്തിൽ അത് എങ്ങനെ ഗുണപരമായി മാറും എന്നുള്ള സംഗതി എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊന്നുള്ളത്, ഈ തൊണ്ടി മുതൽ ആണ് ടാമ്പർ ചെയ്യപ്പെട്ടത്. അതാണല്ലോ തെളിവ്. ആ തെളിവ് ഏതെങ്കിലും നിലയ്ക്ക് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതാണ് ഈ അതിജീവിതയുടെ ആശങ്കയും. ഇത്തരം കാര്യങ്ങൾ ഒരു കോടതിക്കുള്ളിൽ നടന്നു എന്നുള്ളത് നമ്മുടെ ആളുകൾ, പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു അവബോധത്തിലേക്ക് ജനം വരണം. ഈ എല്ലാ കാര്യങ്ങളിലും ആളുകളുടെ, ഇപ്പോൾ ഭരണകൂടത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടത്തെ നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി നോക്കിയിരിക്കണോ? അതാണല്ലോ ജനാധിപത്യം. ആളുകൾ അങ്ങനെ അവരെ ഏൽപ്പിച്ചിട്ട് കൈയൊഴിയലല്ലോ. ഞങ്ങളൊക്കെ നിതാന്ത പ്രതിപക്ഷമായിരിക്കുന്നത് ഏത് ഭരണകൂടം വന്നാലും അവരുടെ ചെയ്തികളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ ആവശ്യം കോടതികളുടെ നടപടികളിലും വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് കോടതി തന്നെ ഒരു ക്രൈമിൻ്റെ സീനായി മാറി എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അത് ഇപ്പം നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളോ ഞങ്ങൾ ഇടപെടുന്ന ആളുകളോ എല്ലാം ചേർത്ത് ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു അവയർനെസ് ഉണ്ടാവുകയും ഒരു ജാഗ്രത, തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായ ഒരു ജാഗ്രത വേണ്ടതുണ്ട്. അങ്ങനെ ആയാലേ ഇത്തരം പ്രതിയോട് ചേർന്ന് നിന്ന് വലിയ തോതിലുള്ള ന്യായവാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളല്ല ശരി. എപ്പോഴും ഇരയോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നതാണ് നീതിയുടെ പക്ഷം എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഉണ്ടായി വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴും കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. പക്ഷേ അപ്പോഴും ഈ കാര്യത്തിൽ മാത്രമാണോ നിങ്ങൾക്ക് ശ്രദ്ധ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് വളരെ കൃത്യമായി അതിജീവിതയോടൊപ്പം നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വിഷയത്തിൽ കുറ്റം ചെയ്ത ആളുകൾ കൃത്യമായി ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് മാത്രമല്ല, നാളെ ഒരാൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങളെപ്പോഴും അവർക്ക് വേണ്ടി വലിയ വലിയ പരിപാടികൾ നടത്തിയപ്പോൾ വ്യക്തമാണ്. ഇരയോടൊപ്പമല്ല, നമ്മൾ എപ്പോഴും സത്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത്. സത്യം അറിഞ്ഞു കഴിഞ്ഞാലാണ് ഇരയെ ആരൊക്കെ ദ്രോഹിച്ചു, ഇരയ്ക്ക് തീർച്ചയായും ദ്രോഹം ഉണ്ടായില്ലെന്നല്ല, പക്ഷേ ശ്രീ ദിലീപ് ഉണ്ടോ എന്ന് അറിയുന്നത്. രണ്ട്, ദയവായി ഒരു കാര്യം മാത്രമാണ് അഭ്യർത്ഥന. ക്രൈം പോലുള്ള വാക്കുകൾ വളരെ ഗ്രാവിറ്റി ഉള്ള വാക്കുകളാണ്. കോടതി ഉപയോഗിച്ചിരിക്കുന്നത് അൺഓതറൈസ്ഡ് ആക്സസ് എന്നാണ്. ആ അൺഓതറൈസ്ഡ് ആക്സസ് എന്നുള്ള ഇല്ലീഗൽ ആക്സസ് ആയി, ഇല്ലീഗൽ ആക്സസ് മാറി ക്രൈമായി. അപ്പോൾ ഇതൊന്നും നിയമത്തിന്റെ സാങ്ക്ടിറ്റി ഇല്ലാത്ത വാദങ്ങളാണെന്ന് കുസുമ മാഡത്തെ പോലെ സീനിയർ ആയ ഒരു പ്രൊഫസർക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അപ്പൊ അൺഓതറൈസ്ഡ് ആക്സസ് എന്നുള്ളത് മാറി ഇല്ലീഗൽ ആക്സസും ക്രൈമും
സ്കാമിങ്ങും ടാമ്പറിങ്ങും ലീക്കിങ്ങും ഒക്കെ ആകുന്നത് അങ്ങനെ വാദിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. പക്ഷെ ഒരു കാര്യം പോസിറ്റീവായി നിർത്താം. നേരത്തെ നികേഷ് സാർ സൂചിപ്പിച്ചതുപോലെ, മാഡം സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ എവിഡൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയും അതിന്റെ അപ്കീപ്പിന് വേണ്ടിയും പുതിയൊരു പാരഡൈം ഉണ്ടാകുകയാണെങ്കിൽ നല്ലതാണ്. ക്രൈം എന്ന വാക്ക് ആരും ഉപയോഗിച്ചിട്ടില്ല, മാഡം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾ ദിലീപിന് വേണ്ടി വാദിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കോടതിയുടെ പക്ഷേ മാഡം ക്രൈം അടക്കമുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നിയമപണ്ഡിതർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഒരുപാട് പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ അതിജീവിത പരാതി ഉന്നയിച്ചപ്പോഴും വിചാരണ കോടതി ജഡ്ജിയെ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരുന്നു. ഞാൻ ആരാണ് മാഡം അവരെ സംരക്ഷിക്കാൻ? അവർ നീതിബോധമുള്ള ഒരു സ്ത്രീയാണ്, അതുകൊണ്ടാണ് അവരോട് ഇഷ്ടം. അവർ ഇടതുപക്ഷക്കാരിയാണ്, ഞാൻ വലതുപക്ഷക്കാരനാണ്. പക്ഷെ അവരോടുള്ള ഇഷ്ടം അവർ നട്ടലുള്ള ഒരു സ്ത്രീയാണ്. ക്രൈം പോലുള്ള വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്രൈം പോലുള്ള വാക്കുകൾ, ഇല്ലീഗൽ ആക്സസ് നികേഷ് സാർ പറയുന്നതിന് കുഴപ്പമില്ല, അങ്ങനെയും വാദിക്കാം. പക്ഷെ ക്രൈം എന്നുള്ളത് ഗ്രാവിറ്റി കൂടി. വളരെ നന്ദി ശ്രീ പ്രകാശ് ബാരെ, ഒപ്പം തന്നെ പ്രൊഫസർ കുസുമം ജോസഫ്, രാഹുൽ ഈശ്വർ.